ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഈസി ആയിട്ടുള്ളൊരു ജ്യൂസ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. കരിമ്പ് വേണമെന്നില്ല. കരിമ്പിൻ ജ്യൂസൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള കുറച്ച് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതേ ടേസ്റ്റിൽ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സിമ്പിളാണ്. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിൻറ്റ് ലീവ്സ് വേണം, അതായത് പുതിനയില. പിന്നെ വേണ്ടുന്ന ഒരു ചെറിയ കഷ്ണം നാരങ്ങ, കുറച്ച് ശർക്കര. ഈ ശർക്കര എന്ന് പറയുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ഇഞ്ചി കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ശർക്കരയും പുതിനയിലയും കുറച്ച് ഐസും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ ഇഞ്ചിയുടെ പീസ് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കരിമ്പിൻ ജ്യൂസ് മേടിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ഇഞ്ചി കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി കൂടെ ചേർത്ത് ഈ മിക്സിയിൽ ഇതേപോലെ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അവസാനം നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീര് അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസിൻ്റെ ടേസ്റ്റിലുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. മധുരം ശർക്കരയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ എമൗണ്ടിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നല്ല ഐസ് ചേർത്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ചിൽഡായിട്ട് ഇത് കുടിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എന്നാലും നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.